നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. SCERT 8Th 5 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8ാം ക്ലാസ്സിലെ അവസാനത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ഈ ക്ലാസ്സോടുകൂടി 8ാം ക്ലാസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ 8ാം ക്ലാസ്സിലെ 3 ചാപ്റ്റേഴ്സ്, അവസാനത്തെ 3 ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് 8ാമത്തെ ചാപ്റ്റർ, 8, 9, 10 മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ചാപ്റ്റേഴ്സ്. അപ്പൊ 8ാമത്തെ ചാപ്റ്റർ അവതരണം ആകർഷകം. അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് പ്രസന്റേഷനെ പറ്റിയാണ് പറയുന്നത്. ആദ്യം ഒരു ടേബിൾ ആണ് അവർ തന്നിരിക്കുന്നത്. അതിനകത്ത് സോഫ്റ്റ്വെയറും അത് ഡെവലപ്പ് ചെയ്ത ഡെവലപ്പേഴ്സിന്റെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന് പറയുന്ന ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഡെവലപ്പ് ചെയ്തത് ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ. അപ്പാച്ചെ ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഡെവലപ്പ് ചെയ്ത അപ്പാച്ചെ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആണ്. അപ്പാച്ചെ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ. കാലിഗ്രാഫ് സ്റ്റേജ് കാലിഗ്രാഫ് സ്റ്റേജ് ആണ് ഡെവലപ്പ് ചെയ്തത്. കീനോട്ട് ഡെവലപ്പ് ചെയ്തത് ആപ്പിൾ ആണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. ഓക്കെ, 5 എണ്ണം. ലിബർ ഓഫീസ് ഇംപ്രസ് ദി ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ, അപ്പാച്ചെ ഓപ്പൺ ഓഫീസ് ഇംപ്രസ് അപ്പാച്ചെ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ, കാലിഗ്രാഫ് സ്റ്റേജ് കീനോട്ട് ആപ്പിൾ ഇൻകോർപ്പറേഷൻ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് മൈക്രോസോഫ്റ്റ്. ഓക്കെ, അടുത്ത പോയിന്റ് സ്റ്റോറി ബോർഡ് എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. സിനിമയിൽ സ്റ്റോറി ബോർഡ് വേണം, അതുപോലെ ആനിമേഷനിലും വേണം. കത്തുകൾ, നോട്ടീസുകൾ മുതലായവ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വേർഡ് പ്രോസസർ, വിവര വിശകലനം നടത്താൻ ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ്, അവതരണത്തിന് ഉപയോഗിക്കുന്ന പ്രസന്റേഷൻ, ദത്തങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബേസ്, ചിത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഡ്രോ തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഉൾപ്പെട്ട പാക്കേജിനെ എന്താ പറയുന്നത്? ലിബർ ഓഫീസ്. നമ്മളിപ്പോൾ എം എസ് ഓഫീസ് വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്, ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ ലിബർ ഓഫീസിൽ എന്തൊക്കെയുണ്ട്? റൈറ്റർ ഉണ്ട് അല്ലെ, അത് അവിടുത്തെ വേർഡ് പ്രോസസർ ആണ്. സ്പ്രെഡ്ഷീറ്റ്, കാൽക്ക്, പ്രസന്റേഷൻ, ഇംപ്രസ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ലിബർ ഓഫീസിലെ പാക്കേജസ് പോകുന്നത്. ലിബർ ഓഫീസ് വികസിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ്? ദി ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ. നേരത്തെ പറഞ്ഞു ലിബർ ഓഫീസ് ഇംപ്രസ് ഡെവലപ്പ് ചെയ്ത് ഏതാണെന്ന് പറഞ്ഞില്ലേ? ദി ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ. അതുപോലെ ലിബർ ഓഫീസ് വികസിപ്പിക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ദി ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ ആണ്. ലിബർ ഓഫീസിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ് പിന്തുണയുള്ള ഒരു വാണിജ്യേതര ഓഫീസ് പാക്കേജ് നിർമ്മിക്കുക. ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ് പിന്തുണയുള്ള ഒരു വാണിജ്യേതര ഓഫീസ് പാക്കേജ് നിർമ്മിക്കുക എന്നുള്ളതാണ് ലിബർ ഓഫീസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ലിബർ ഓഫീസ് എന്ന പേരിലെ ലിബർ എന്ന വാക്കിന്റെ അർത്ഥം, ലിബർ എന്ന് വെച്ചാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്നാണ്. സ്വാതന്ത്ര്യം. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിലെ പേജ് അറിയപ്പെടുന്ന എന്താ? സ്ലൈഡ്. ഓരോ സ്ലൈഡ്, നമ്മൾ ഫസ്റ്റ് സ്ലൈഡ്, സെക്കൻഡ് സ്ലൈഡ് എന്നല്ലേ പ്രസന്റേഷൻസ് തയ്യാറാക്കുന്നത്. അപ്പോൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിലെ പേജ് അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ സ്ലൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ മുൻകൂട്ടി രൂപകൽപ്പന ചെയ്ത സ്ലൈഡുകളുടെ മാതൃകയെ സ്ലൈഡ് ലേഔട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഉള്ള ഡിസൈൻസ് എടുക്കും. അതിനെ എന്താ പറയുന്നത്? സ്ലൈഡ് ലേഔട്ട് എന്നാണ് പറയുന്നത്. ഇനി പ്രസന്റേഷൻ തയ്യാറാകുമ്പോൾ തിരഞ്ഞെടുക്കുന്ന സ്ലൈഡുകൾക്കെല്ലാം ഏകരൂപം വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ലൈഡ് ടെംപ്ലേറ്റ്. ഒരു യൂണിഫോം സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നത്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ സ്ലൈഡ് ഷോ പ്രവർത്തിപ്പിക്കാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? F5 ആണ്. F5 ഫോർ സ്ലൈഡ് ഷോ. പ്രകാശത്തിന്റെ സഹായത്താൽ ചിത്രങ്ങളെ ഒരു പ്രതലത്തിലോ സ്ക്രീനിലോ പതിപ്പിക്കുന്ന ഉപകരണമാണ് പ്രൊജക്ടർ. സിനിമ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രൊജക്ടേഴ്സ് കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പോൾ പ്രകാശത്തിന്റെ സഹായത്താലാണ് ചിത്രങ്ങളെ ഒരു പ്രതലത്തിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ പതിപ്പിക്കുന്നത്. ആ ഉപകരണത്തിന്റെ പേരെന്താണ്? പ്രൊജക്ടർ എന്നാണ്. 1950 മുതൽ ഉപയോഗിച്ചു തുടങ്ങിയ സ്ലൈഡ് പ്രൊജക്ടറുകൾ ഉപയോഗത്തിൽ നിന്നും പുറത്താകാൻ കാരണമായത് ഡിജിറ്റൽ പ്രൊജക്ടറുകളുടെ ഉപയോഗമാണ്. അപ്പൊ ഡിജിറ്റൽ പ്രൊജക്ടറുകളുടെ ഉപയോഗം വന്നപ്പോൾ മുതൽ 1950 മുതൽ തുടങ്ങിയ സ്ലൈഡ് പ്രൊജക്ടറുകൾ എന്തായി? ഔട്ടായി. ഓക്കെ, അപ്പൊ ഈ ഡിജിറ്റൽ പ്രൊജക്ടറിന്റെ ഉദാഹരണം അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊജക്ടറുകളെ സാങ്കേതിക വിദ്യ അനുസരിച്ച് എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു? LCD പ്രൊജക്ടർ, DLP പ്രൊജക്ടർ. LCD പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ ഫുൾ ഫോം എന്താ? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ പ്രൊജക്ടർ. DLP എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ലൈറ്റ് പ്രോസസിംഗ്
പ്രൊജക്ടർ, ഡിജിറ്റൽ ലൈറ്റ് പ്രോസസിംഗ് പ്രൊജക്ടർ. സിനിമാ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ ആണ് മൂവി പ്രൊജക്ടർ. സിനിമാ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ ഏതാ? മൂവി പ്രൊജക്ടർ. വേർഡ് പ്രോസസ്സറിൽ നിന്നും വ്യത്യസ്തമായി പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിനുള്ള പ്രത്യേകത അനിമേഷൻ നൽകാം എന്നുള്ളതാണ്. അപ്പോൾ വേർഡ് പ്രോസസ്സറിൽ നമുക്ക് എന്ത് നൽകാൻ പറ്റത്തില്ല? അനിമേഷൻസ് കൊടുക്കാൻ പറ്റത്തില്ല. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ എന്ത് കൊടുക്കാൻ പറ്റും? അനിമേഷൻസ് കൊടുക്കാൻ പറ്റും. ഒരു മൾട്ടിമീഡിയ പ്രസന്റേഷൻ നിർമ്മാണത്തിൽ സ്റ്റോറി ബോർഡ് തയ്യാറാകുന്നത് ഒരു സ്ലൈഡിലെ ഉള്ളടക്കം മുൻകൂട്ടി തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റോറി ബോർഡ് തയ്യാറാക്കുന്നത്. സിനിമയിലായാലും അങ്ങനെ തന്നെയാണ്. ഒരു പ്രസന്റേഷൻ ആനിമേഷൻ നൽകുന്നത് എന്തിനാണ്? സ്ലൈഡുകൾ ആകർഷകമായ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ആനിമേഷൻസ് കൊടുക്കുന്നത്. ഇനി ട്രാൻസിഷൻസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയ ചിത്രം അവതാരകന്റെ ഇഷ്ടാനുസരണം പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ട്രാൻസിഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിനകത്ത് ഫുള്ളായിട്ട് പ്രസന്റേഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവതരണം, ആകർഷകം. ഇനി നമ്മൾ 9ാമത്തെ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഇതിനകത്ത് ശബ്ദത്തിനെ പറ്റിയാണ് ഫുള്ളായിട്ട് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ശബ്ദലേഖനവും അതിന്റെ പുനർശ്രവണവും സാധ്യമാക്കിയ ആദ്യ ഉപകരണമായ ഫോണോഗ്രാഫിന്റെയും അതിന്റെ തുടർച്ചയായ ഫോണോഗ്രാഫ് സിലിണ്ടറിന്റെയും പരിഷ്കൃത രൂപമാണ് ഗ്രാമഫോൺ. കമ്പ്യൂട്ടറിൽ ശബ്ദലേഖനം നടത്താൻ സഹായിക്കുന്ന പ്രധാന സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാമാണ്? ഒഡാസിറ്റി ഓർത്തിരിക്കുക, അഡോബി ഓഡിഷൻ ഓർത്തിരിക്കുക, ആഡിസ് പ്രോ ഓർത്തിരിക്കുക. അപ്പോൾ ഒഡാസിറ്റി, അഡോബി ഓഡിഷൻ, ആഡിസ് പ്രോ എല്ലാം കമ്പ്യൂട്ടറിൽ ശബ്ദലേഖനം നടത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ്. ഇനി ശബ്ദ ഫയലുകൾ പ്രവർത്തിപ്പിക്കാനുള്ള മീഡിയ പ്ലെയർ ഏതൊക്കെയാണ്? നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറെ മീഡിയ പ്ലെയേഴ്സ് ഉണ്ടല്ലോ. VLC മീഡിയ പ്ലെയർ, SM പ്ലെയർ, വീഡിയോസ്, സൈൻ മുതലായവ ശബ്ദ ഫയലുകൾ പ്രവർത്തിപ്പിക്കാനുള്ള മീഡിയ പ്ലെയറുകളാണ്. ഇനി ഒഡാസിറ്റി എന്താണെന്ന് പറയാം. ഡൊമിനിക് മസോനി, റോജർ ഡാനൻബർഗ് എന്നിവർ 1999 തുടക്കമിട്ട ഒരു ഓപ്പൺ സോഴ്സ് ഓഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി. ആരൊക്കെ ചേർന്നിട്ടാണ്? ഡൊമിനിക് മസോനി, റോജർ ഡാനൻബർഗ് എന്നിവർ ചേർന്നിട്ട് 1999 തുടക്കമിട്ട ഒരു ഓപ്പൺ സോഴ്സ് ഓഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി. GNU ജനറൽ പബ്ലിക് ലൈസൻസ് എന്ന ലൈസൻസിന് കീഴിൽ വിതരണം ചെയ്യപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ് ഒഡാസിറ്റി. GNU ജനറൽ പബ്ലിക് ലൈസൻസ് എന്ന ലൈസൻസിന് കീഴിലാണ് എന്ത് വിതരണം ചെയ്യപ്പെടുന്നത്? ഒഡാസിറ്റി വിതരണം ചെയ്യപ്പെടുന്നത്. ഒഡാസിറ്റി ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്? മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ പ്രവർത്തിക്കും, മാക് OSൽ പ്രവർത്തിക്കും, GNU ലിനക്സിലും പ്രവർത്തിക്കും. ഓക്കെ, ഒട്ടുമിക്ക എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും എന്ത് പ്രവർത്തിക്കും? ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയർ പ്രവർത്തിക്കും. ഒരു ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ അത് പ്ലേ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീബോർഡിലെ ബട്ടനാണ് സ്പേസ് ബാർ. യഥാർത്ഥ റെക്കോർഡിംഗ് ഫയൽ സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും യോജിച്ച ഫയൽ ഫോർമാറ്റ് ആണ് അൺകംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്. ഉദാഹരണം .wav, .aiff മുതലായവ അൺകംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്സ് ആണ്. ഒരു വിവരവും നഷ്ടപ്പെടാതെ തന്നെ ഡേറ്റയെ ചുരുക്കി സൂക്ഷിക്കുന്ന സംവിധാനമാണ് ലോസ്ലെസ് എന്ന് പറയുമ്പോൾ ഒരു വിവരവും നഷ്ടപ്പെടാതെ ലോസ്ലെസ് കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്. അതിന് ഉദാഹരണം .flac, .alac. ഇനി യഥാർത്ഥ അൺകംപ്രസ്ഡ് ഡേറ്റയെ പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന സംവിധാനം ലോസ്ലെസ് കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ് ആണ്. യഥാർത്ഥ അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഡേറ്റയെ പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ലോസ്ലെസ് കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്. ഇനി ആവശ്യമില്ലാത്ത വിവരങ്ങൾ ഒഴിവാക്കി ഡേറ്റയെ ലഘൂകരിച്ച് ഫയൽ സൈസ് കുറച്ച് സൂക്ഷിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ലോസി കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ്. എന്ന് വെച്ചാൽ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്, ആവശ്യമില്ലാത്ത വിവരങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്, അതാണ് ലോസി. ഉദാഹരണം .mp3, .ogg, .amr ഒക്കെ ലോസി കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റ് ആണ്. 3 ഫോർമാറ്റുകളിൽ ശബ്ദഗുണം കുറവായത് ഏതിനാണ്? സൗണ്ടിന്റെ ക്വാളിറ്റി കുറവായത് ലോസി കംപ്രസ്ഡ് ഓഡിയോ ഫോർമാറ്റിനാണ്. ഇനി ആരാണ് റസൂൽ പൂക്കുട്ടി? 2009 ഓസ്കാർ നേടിയ മലയാളിയാണ്. എന്തിന്? സ്ലംഡോഗ് മില്യനെയർ എന്ന സിനിമയിലൂടെ ശബ്ദ മിശ്രണത്തിനാണ് റസൂൽ പൂക്കുട്ടിക്ക് എന്ത് ലഭിച്ചത്? ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. ഇനി ആംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലുള്ള ശബ്ദം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനെയാണ് ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുന്നത്.
പിച്ച് ചേഞ്ച് ചെയ്യാൻ, ചേഞ്ച് പിച്ച് എന്ന് പറഞ്ഞാൽ ശബ്ദശ്രുതിയുടെ ആരോഹണ അവരോഹണങ്ങളിലുള്ള മാറ്റം. ഫെയ്ഡ് ഇൻ, നിശബ്ദതയിൽ നിന്ന് തുടങ്ങി യഥാർത്ഥ ശബ്ദ തീവ്രതയിലേക്ക് ആരോഹണ ക്രമത്തിൽ എത്തിച്ചേരുന്നത്. നിശബ്ദതയിൽ നിന്ന് തുടങ്ങി യഥാർത്ഥ ശബ്ദ തീവ്രതയിലേക്ക് ആരോഹണ ക്രമത്തിൽ എത്തിച്ചേരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫെയ്ഡ് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററും. ഇതിനകത്താണ് ഹലോ മൈക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സൗണ്ടിനെ പറ്റിയാണ് ഫുള്ളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അവസാനത്തെ ചാപ്റ്റർ നോക്കാം, എന്റെ കമ്പ്യൂട്ടർ. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ENIAC. 1946 ENIAC ഡെവലപ്പ് ചെയ്തത്. ENIACന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരു ഹാളിന്റെ വലിപ്പമുണ്ട്, വേഗം കുറഞ്ഞ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, ഒരു ഹാളിന്റെ വലിപ്പം, നമ്മൾ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ENIACന്റെ. ഇനി IBM ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ പുറത്തിറക്കിയ വർഷം 1952 IBM 701 എന്ന കമ്പ്യൂട്ടറാണ് പുറത്തിറക്കിയത്. 1970 പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ PC ആണ് ദ കെൻബാക്ക് 1. ആപ്പിൾ കമ്പനി 1983 പുറത്തിറക്കിയ ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള PC ആണ് ലിസ. അപ്പൊ ആപ്പിൾ കമ്പനി 1983 പുറത്തിറക്കിയ ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ലിസയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം 1985 മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത്. GNU ലിനക്സ് പുറത്തിറക്കിയതോ 1993. അപ്പൊ 85 വിൻഡോസ്, അത് കഴിഞ്ഞ് 92 ലിനക്സ് എന്ന GNU ലിനക്സ് എന്ന സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത്. സ്മാർട്ട് ഫോൺ യുഗം ആരംഭിച്ച വർഷം. സ്മാർട്ട് ഫോൺ യുഗം ആരംഭിച്ചത് 2000 എറിക്സൺ R380 എന്ന ഫോണാണ്. എറിക്സൺ R380 2000 സ്മാർട്ട് ഫോൺ യുഗം ആരംഭിച്ചത്. ആപ്പിൾ പുറത്തിറക്കിയ ഉയർന്ന പ്രവർത്തന ശേഷിയുള്ള ലാപ്ടോപ്പാണ് മാക്ബുക്ക് പ്രോ. 2006 ആപ്പിൾ ഇത് പുറത്തിറക്കിയത്. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾക്ക് ലിനക്സ് അടിസ്ഥാനമാക്കി സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം. ഇപ്പൊ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾക്ക് ലിനക്സ് അടിസ്ഥാനമാക്കി സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് 2008 മുതലാണ്. 2008. ആൻഡ്രോയിഡ് വികസിപ്പിച്ചത് ഗൂഗിൾ ആണ്. 2012 പുറത്തിറക്കിയ ക്രെഡിറ്റ് കാർഡിന്റെ വലുപ്പമുള്ള കമ്പ്യൂട്ടറാണ് റാസ്ബെറി പൈ. 2012 പുറത്തിറക്കിയ ക്രെഡിറ്റ് കാർഡിന്റെ വലുപ്പമുള്ള കമ്പ്യൂട്ടറിന്റെ പേരെന്താ? റാസ്ബെറി പൈ. കണക്കുകൂട്ടലിനെ സഹായിക്കുന്ന ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ച ഇംഗ്ലണ്ടുകാരനായ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ചാൾസ് ബാബേജ്. ഡിഫറൻസ് എഞ്ചിന് മാറ്റങ്ങൾ വരുത്തി നിർദ്ദേശങ്ങൾ നൽകി പ്രവർത്തിപ്പിക്കാവുന്ന അനലിറ്റിക്കൽ എഞ്ചിന് രൂപം നൽകിയതും ആര് തന്നെയാണ്? ചാൾസ് ബാബേജ് തന്നെയാണ്. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ബാബേജ്. അപ്പൊ ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചതും അനലിറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ചതും കമ്പ്യൂട്ടറിന്റെ പിതാവും ആര് തന്നെയാണ്? ചാൾസ് ബാബേജ് തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? കീബോർഡ്, മൗസ്, മൈക്രോഫോൺ, ക്യാമറ, സ്കാനർ, ജോയ്സ്റ്റിക്ക്, ബാർകോഡ് റീഡർ. പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? പ്രിന്റർ, സ്പീക്കർ, പ്രൊജക്ടർ, പ്ലോട്ടർ, ഹെഡ്ഫോൺ, മോണിറ്റർ. ഇതൊക്കെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. 1960 കമ്പ്യൂട്ടർ മൗസിന്റെ ആദ്യ രൂപം അവതരിപ്പിച്ചത് ഡഗ്ലസ് എംഗൽബർട്ട്. USA-കാരനായ ഡഗ്ലസ് എംഗൽബർട്ട് ആണ് 1960 കമ്പ്യൂട്ടർ മൗസിന്റെ ആദ്യ രൂപം അവതരിപ്പിച്ചത്. ആദ്യകാല മൗസുകൾ പ്രവർത്തിച്ചിരുന്നത് ലോഹഗോളത്തിന്റെ സഹായത്തോടെ. ഇപ്പോൾ മൗസുകൾ പ്രവർത്തിക്കുന്നത് എന്തിന്റെ സഹായത്തോടെയാണ്? പ്രകാശരശ്മിയുടെ സഹായത്തോടെയാണ് ഇപ്പോൾ മൗസുകൾ പ്രവർത്തിക്കുന്നത്. മൗസിന്റെ വലതു ബട്ടൺ അറിയപ്പെടുന്നത് കോണ്ടെക്സ്റ്റ് ബട്ടൺ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെനു എന്നാണ്. മൗസ് ഉപയോഗിച്ച് പേജുകൾ ചലിപ്പിക്കാനും ചിത്രങ്ങളും മറ്റും സൂം ചെയ്യാനും ഉപയോഗിക്കുന്നത് സ്ക്രോൾ ബാർ. ഓക്കെ, ഒരേ സമയം ഇൻപുട്ട് ഉപകരണമായും ഔട്ട്പുട്ട് ഉപകരണമായും ഉപയോഗിക്കുന്നത് ടച്ച് സ്ക്രീനുകളാണ്. സ്മാർട്ട് ഫോണില്, ATM-ല്, ലാപ്ടോപ്പില്, ടാബ്ലറ്റിലൊക്കെ ടച്ച് സ്ക്രീൻ ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന ഒരേ സമയം ഇൻപുട്ട് ഉപകരണമായും ഔട്ട്പുട്ട് ഉപകരണമായും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. 1972 ഡിവൈസ് എന്നുള്ളതല്ല, ഒരു പാർട്ടാണ്. ഓക്കെ, 1972 ടച്ച് സ്ക്രീൻ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ച ഡാനിഷ് ഇലക്ട്രോണിക് എഞ്ചിനീയർ ബെന്റ് സ്റ്റംപ് ആണ് 1962 ടച്ച് സ്ക്രീൻ എന്ന സാങ്കേതിക വിദ്യ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ബെന്റ് സ്റ്റംപ്. ആദ്യകാലത്ത് ടച്ച് സ്ക്രീൻ ടച്ച് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പേന അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? സ്റ്റൈലസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിൽ ഒരു ഉപയോക്താവ്
നടത്തുന്ന ഓരോ പ്രവർത്തനത്തിനും സഹായിക്കുന്ന ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പ്രവർത്തക സംവിധാനം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്തത് സോഫ്റ്റ്വെയറും അതിന്റെ ഉപയോഗവുമാണ്. ഇപ്പൊ നമുക്ക് അവധിക്കുള്ള ഒരു അപേക്ഷ ടൈപ്പ് ചെയ്യണം. അതൊരു ടെക്സ്റ്റ് അല്ലേ? ടെക്സ്റ്റ് ആയതുകൊണ്ട് ഏത് യൂസ് ചെയ്താ നമ്മൾ ചെയ്യുന്നത്? ലിബർ ഓഫീസ് റൈറ്റർ. മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ആണ്, അത് ലിബർ ഓഫീസ് കാൽക്കിലാണ് ചെയ്യുന്നത്. സ്ലൈഡ് പ്രസന്റേഷൻ ഇമേജും ടെക്സ്റ്റും ഉൾപ്പെടുത്തുന്നുണ്ട്, ലിബർ ഓഫീസ് ഇംപ്രസിലാണ് ചെയ്യുന്നത്. ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇമേജ് ആണ്, കളർ പേജ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ശബ്ദം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സൗണ്ട് ആണ് ഒഡാസിറ്റി. ഓക്കെ, അപ്പം അവധിക്കുള്ള അപേക്ഷ ലിബർ ഓഫീസ് റൈറ്റർ, മാർക്ക് ലിസ്റ്റ് ലിബർ ഓഫീസ് കാൽക്ക്, സ്ലൈഡ് പ്രസന്റേഷൻ ലിബർ ഓഫീസ് ഇംപ്രസ്, ചിത്രം വരയ്ക്കാൻ ഇമേജ് ആയതുകൊണ്ട് കളർ പേജ്, ശബ്ദം റെക്കോർഡ് ചെയ്യാൻ സൗണ്ട് ഒഡാസിറ്റി. അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? GNU ലിനക്സ്, മാക് OS, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, BSD, യുണിക്സ്. ലിനക്സ് ഉണ്ട്, മാക് OS ഉണ്ട്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉണ്ട്, BSD ഉണ്ട്, യുണിക്സ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ. പ്രധാന മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? ആൻഡ്രോയിഡ്, ആപ്പിൾ iOS, സിംബിയൻ, ബ്ലാക്ക്ബെറി, വിൻഡോസ്, ഉബുണ്ടു. ആൻഡ്രോയിഡ് ഉണ്ട്, ആപ്പിൾ iOS ഉണ്ട്, സിംബിയൻ ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, വിൻഡോസ് ഉണ്ട്, ഉബുണ്ടു ഉണ്ട്. ഇനി M-commerce എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഓൺലൈൻ വ്യാപാരം അറിയപ്പെടുന്നത് M-commerce. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്നിവ ഏതെല്ലാം വിഭാഗങ്ങളായി ലഭ്യമാണ്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ടും പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആയിട്ടും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉദാഹരണം GNU ലിനക്സ്. അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതുപോലെ ഫ്രീ സോഫ്റ്റ്വെയർസും ഉണ്ട്. 1980 ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ മാക് OS പുറത്തിറക്കിയ കമ്പനി ആപ്പിൾ ആണ്. 1980 മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏത്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 1992 സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ GNU ലിനക്സ് അവതരിപ്പിച്ചത് ആരാണ്? റിച്ചാർഡ് സ്റ്റോൾമാൻ. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. GNU ലിനക്സ് അവതരിപ്പിച്ചത് ആരാണ്? റിച്ചാർഡ് മാത്യു സ്റ്റോൾമാൻ, USA കാരനാണ്. കൂടാതെ ലിനസ് ബെനഡിക്ട് ടോർവാൾസ് ലിനക്സ്. അപ്പം ഈ റിച്ചാർഡ് മാത്യു സ്റ്റോൾമാൻ എന്ന് പറയുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവാണ്. ഇനി ലിനക്സ് അവതരിപ്പിച്ചത് ആരാണ് എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ലിനസ് ടോർവാൾസിന്റെ പേരാണ് പറയാനുള്ളത്. ലിനസ് ടോർവാൾസ് ഫിൻലൻഡുകാരനാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ GNU ലിനക്സ് അവതരിപ്പിച്ചത് 1992. കേരള വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗിക ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉപയോഗിക്കുന്നത് GNU ലിനക്സ് ആണ്. ആൻഡ്രോയിഡ് വാച്ചുകൾ, കണ്ണടകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന സംവിധാനം ആൻഡ്രോയിഡ് വിയർ. ആൻഡ്രോയിഡ് വിയർ സംവിധാനത്തിന് ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് 4.3, അതായത് ജെല്ലി ബീൻ ആണ് ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷമുള്ള പതിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആൻഡ്രോയിഡ് വിയർ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ജെല്ലി ബീനിന് ശേഷമുള്ള പതിപ്പുകളാണ്. ഡ്രോണുകൾ എന്നറിയപ്പെടുന്നത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, UAV, അതായത് അൺമാൻഡ് ആയിട്ടുള്ള മനുഷ്യനില്ലാത്ത ഏരിയൽ വെഹിക്കിൾ ആണ് ഏത്? ഡ്രോണുകൾ. ഇപ്പൊ ഡ്രോണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വിവാഹ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കാറുണ്ട്, ടെലിവിഷൻ സിനിമ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, ആകാശ നിരീക്ഷണത്തിനൊക്കെ ഡ്രോണുകൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 8ാം ക്ലാസ്സിലെ മൊത്തം ചാപ്റ്റേഴ്സും നമ്മൾ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് 3 ക്ലാസ്സുകളായിട്ട്. അപ്പോൾ 3 ക്ലാസ്സും എല്ലാവരും കാണുക. വീണ്ടും കാണാം. താങ്ക് യു.